35 to 45 ഏജിൻ്റെ ഇടയിലുള്ള ആളുകൾ ഒരു ഫൈനാൻഷ്യൽ സക്സസ്സിന് വേണ്ടി നിർബന്ധമായി ചെയ്യേണ്ട ചില 5 കാര്യങ്ങൾ. ഒന്നാമതായി നമ്മുടെ പാസ്റ്റ് 10 ഇയേഴ്സ് അഥവാ 35 to 25 ഇടയിലുള്ള ആ 10 വർഷത്തെ കാലഘട്ടത്തിൽ നമുക്ക് എന്തെല്ലാമാണോ ഇൻകം വരുന്നത്, അല്ലെങ്കിൽ നമുക്ക് എത്രയാണോ സാലറി ലഭിച്ചത്, അതിൽ എത്രയാണ് നമുക്ക് എക്സ്പെൻസ് വരുന്നത്, എവിടേക്കാണ് നമ്മുടെ പൈസ പോകുന്നത്, ഇതിനെക്കുറിച്ചുള്ള ഒരു റിവ്യൂ നമ്മൾ നിർബന്ധമായി ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. രണ്ടാമതായി നമ്മൾ സെക്കൻഡ് ഇൻകം ബിൽഡ് ചെയ്യുക. നമ്മുടെ സാലറിക്ക് പുറമെ മറ്റൊരു ഇൻകം, ഇപ്പോൾ നമുക്ക് SWPയോ അല്ലെങ്കിൽ മറ്റുള്ള റെൻറ്റോ അല്ലെങ്കിൽ നമുക്ക് സാലറിന് പുറമെ മറ്റുള്ള ജോലിയിൽ നിന്നുള്ള കമ്മീഷനോ ഇതേപോലെ എന്തെങ്കിലും ഒരു സെക്കൻഡ് ഇൻകം നമ്മുടെ പേരിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. മൂന്നാമതായി ഇൻക്രീസ് യുവർ ഇൻകം. നമ്മുടെ സാലറിയിലോ അല്ലെങ്കിൽ നമ്മുടെ ജോലിയിലോ നമ്മൾ സാലറി ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ നമ്മുടെ സ്കില്ലുകൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയോ എല്ലാ കാര്യങ്ങളും ചെയ്യുക. പ്രത്യേകിച്ച് നമ്മുടെ അക്കാദമിക് ക്വാളിഫിക്കേഷനിലോ അല്ലെങ്കിൽ പുതുതായി നമ്മുടെ ജോലിയുമായി ബന്ധപ്പെട്ട സർട്ടിഫിക്കേഷനോ നമ്മൾ നേടിയെടുക്കുക. 4, ഒരു സേവിങ്സ് അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. നമ്മുടെ റിട്ടയർമെൻറ്റിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളുടെ പേരിലോ ഒരു സേവിങ്സ് അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോഡക്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. പ്രത്യേകിച്ച് മ്യൂച്വൽ ഫണ്ട് അല്ലെങ്കിൽ ഇൻഷുറൻസ് പോലുള്ള പ്രോഡക്റ്റുകൾ സ്റ്റാർട്ട് ചെയ്യുക. 5-മതായി നമുക്ക് ഒരു എമർജൻസി ഫണ്ട് നമ്മൾ ബിൽഡ് ചെയ്യുക. എമർജൻസി ഫണ്ട് എന്ന് പറഞ്ഞാൽ മിനിമം 6 മാസത്തേക്ക് നമ്മുടെ ജോലിയോ അല്ലെങ്കിൽ മറ്റുള്ള വരുമാനമോ നിന്ന് പോയി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഒരു റിസർവ് ആയുള്ള ഒരു ഫണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്.